ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവയും ഏത്തപ്പഴവും ഒക്കെ ഉപയോഗിച്ച് ആവിയിൽ വേവിച്ചെടുത്തിട്ടൊരു നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് വൈകിട്ട് ചായയുടെ കൂടിയോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് റവ വേണമെങ്കിലും നമ്മുടെ പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പശുവും പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ പശുവും പാൽ ഇഷ്ടമല്ല എന്നുള്ളവർക്ക് തേങ്ങാപ്പാലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് അളവിൽ ആദ്യം പാൽ നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ റവയൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് കുതിർന്ന് കിട്ടും. ഇനിയിപ്പോൾ നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. റവയൊന്ന് കുതിർന്ന് കിട്ടുന്ന ആ ടൈമിൽ നമുക്ക് ചെറിയൊരു ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലൊരു ചീനച്ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി കേട്ടോ. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തുകൾ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തുകളുടെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഇത് പകുതി മൂപ്പായി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു ഏത്തപ്പഴം ഒന്ന് ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഏത്തപ്പഴവും തേങ്ങാക്കൊത്തൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പഞ്ചസാരയില്ലേ, അതെല്ലാം നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് ഈ ഏത്തപ്പഴത്തിലോട്ടൊന്ന് സെറ്റായി നല്ലൊരു മധുരം വരുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അത് കൂടുതൽ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ റവയില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാനുള്ളതുണ്ട്. അപ്പോഴത്തേക്കും പഴമൊക്കെ കുറച്ചും കൂടി ഒന്ന് നമുക്ക് കുക്കായി കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ നല്ലതുപോലെ ഒന്ന് പഞ്ചസാരയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ റവയില്ലേ അത് മിക്സിയുടെ ജാറിലേക്ക് ഫുള്ളായിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ പലഹാരത്തിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഏത്തപ്പഴത്തിൽ 1 ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 5 ടീസ്പൂൺ അളവിലാണ് പഞ്ചസാര നമ്മുടെ പലഹാരത്തിലോട്ടായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു 2 ഏലക്കയുടെ തൊണ്ടൊന്ന് മാറ്റിയിട്ട് ആ കുരു മാത്രം ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാൽ ഫുള്ളായിട്ടങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒട്ടും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറിൽ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്ന ആ ടൈമിൽ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ അടിച്ചെടുക്കുന്ന ബാറ്ററൊക്കെ ഒരു പാത്രത്തിലോട്ടായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ഈ ഏത്തപ്പഴമില്ലേ അത് ഫുള്ളായിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണേ കേട്ടോ. ഇനി നമുക്കത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ വട്ടയപ്പമൊക്കെ തയ്യാറാക്കി എടുക്കില്ലേ അതേപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് എണ്ണയോ നെയ്യോ തടവിയിട്ട് ആ രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കി എടുക്കില്ലേ അതേപോലെയും തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലാണ് കേട്ടോ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ പലഹാരം കുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഇഡ്ഡലി തട്ടിൽ നല്ലതുപോലെ ഒന്ന് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഡ്ഡലി തട്ടിലെ ഓരോ കുഴിയിലും ഇതേപോലെ ഒന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്ററിൽ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ട് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഒരു 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയപ്പോഴത്തേക്കും വേറൊരു പാത്രത്തിലോട്ടായിട്ടൊന്ന് എടുത്തിരിക്കണേ കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനിതൊന്ന് നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം.
കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഇതേപോലെ ഏത്തപ്പഴവും തേങ്ങക്കൊത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഇഷ്ടമാവും. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.